ദൈവവിശ്വാസമില്ലാതാവുന്നതോടുകൂടി മനുഷ്യർ തിന്മകൾ ചെയ്യാൻ തുടങ്ങും എന്ന് ഞാൻ തന്നെ പറഞ്ഞതായിട്ട് എൻ്റെ തന്നെ നാവിലൂടെയുള്ള ഒരു വാചകം കഷ്ണം വെട്ടിയെടുത്ത് അതൊരു ഷോർട്ട് വീഡിയോ ആക്കി വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ കേരളത്തിലെ ഇസ്ലാമിസ്റ്റ് പ്രചാരകർ. പല കുടുംബ ഗ്രൂപ്പുകളിലും മറ്റും വാട്സപ്പിലൂടെ ഇത് ഷെയർ ചെയ്ത് ധാരാളമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത കുറച്ച് ദിവസമായിട്ട് ഞാൻ അറിയുന്നു. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ ആ വീഡിയോയുടെ പൂർണ്ണ രൂപം എന്താണ്, അതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും നേരിട്ട് വിളിക്കുകയും മെസ്സേജ് അയച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു വരുന്ന ഈ ഒരു ഷോർട്ട് വീഡിയോ ഇത് കുറേ മുമ്പ് അവർ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴത് കുറച്ചുകൂടെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഷോർട്ട് വീഡിയോ ഞാനൊന്ന് കാണിക്കാം ആദ്യം. അപ്പൊ ദൈവത്തിലെ വിശ്വാസം കുറഞ്ഞു വരുമ്പോൾ ഉസ്താദ് കുട്ടികളെ പേടിപ്പിക്കാൻ തുടങ്ങും. ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു വരുമ്പോൾ പള്ളിയിലച്ഛൻ പാതിരി കന്യാസ്ത്രീയെ പേടിപ്പിക്കാൻ തുടങ്ങും. ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞാൽ അപ്പോ പൂജാരി ദൈവത്തിന്റെ തിരുവാഭരണം മോഷ്ടിക്കാൻ തുടങ്ങും. അത് ഒരു പ്രാവശ്യം മോഷ്ടിച്ച പിന്നെ മനസ്സിലായി ദൈവം എല്ലാം ഉറപ്പായി, പിന്നെ മൂപ്പരെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ദൈവവും ധാർമ്മികതയും. ഈ ഷോർട്ട് വീഡിയോ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത് എന്നറിയാനാണ് ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത്. യൂട്യൂബിൽ തിരഞ്ഞിട്ട് ആർക്കും ഈ വീഡിയോ കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ആ വീഡിയോയുടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഭാഗം ഉൾപ്പെടുന്ന കുറച്ച് ഭാഗം, അതായത് ഞാൻ എന്ത് കാര്യമാണ് പറഞ്ഞത് എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന രീതിയിൽ ആ വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ കേൾപ്പിക്കാം. സ്കാൻഡിനേവിയയിലെ സമൂഹം അല്ലെങ്കിൽ യൂറോപ്പിലെ സമൂഹം എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഒരു 400 കൊല്ലം മുമ്പിൽ സഞ്ചരിക്കുന്ന സമൂഹമാണ്. ഈ 400 കൊല്ലം മുമ്പിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിലെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ആ സമൂഹത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയുമായി നമ്മുടെ സമൂഹത്തെ കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ യുക്തിവാദം പറഞ്ഞാൽ നമ്മൾ പരമ അബദ്ധമായിരിക്കും പറയുന്നത്. എന്താണ് കാരണം? ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. മതവും ദൈവവും ഒന്നുമില്ലാത്ത ലോകരാജ്യങ്ങളിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് എന്ന് നമ്മൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കണക്കുകൾ കഴിഞ്ഞ 4-5 വർഷമായി വന്നുകൊണ്ടിരിക്കുന്ന സർവേയും കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അഭിമാനത്തോടെ കൂടി പറയുന്നു. നമ്മളൊക്കെ പറയാറുണ്ട്, ഫിൻലാൻഡിൽ നോക്കൂ, ഡെൻമാർക്കിലേക്ക് നോക്കൂ, സ്വീഡനിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ നെതർലാൻഡ്സിലേക്ക് നോക്കൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയൊക്കെ മനുഷ്യന്മാര് മതവും ദൈവവും ഉപേക്ഷിച്ചത് കൊണ്ടാണ് അവർക്ക് സമാധാനമായും സന്തോഷമായും ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിൽ നമുക്ക് തെറ്റുപറ്റി. നേരെ തിരിച്ചാണ് സംഭവം. അവിടെ സമാധാനപരമായും സന്തോഷകരമായും ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള മനുഷ്യന്റെ പൗരബോധവും സാമൂഹ്യ ബോധവും ധാർമ്മിക ബോധവും ഉയർന്നതുകൊണ്ട് മതവും ദൈവവും ആവശ്യമില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായി അത് അവരിൽ നിന്ന് കൊഴിഞ്ഞു പോയതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നേരെ തിരിച്ച് മതവും ദൈവവും ഇല്ലാതായത് കൊണ്ടാണ് അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്നത് എന്ന തരത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ മതക്കാരെ പരിഹസിക്കാൻ വേണ്ടി അതൊക്കെ പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. എന്താണ് യൂറോപ്പിലെയും സ്കാൻഡിനേവിയയിലും അതുപോലുള്ള പരിഷ്കൃത രാജ്യങ്ങളിലെയും ഒക്കെ മനുഷ്യരുടെ സാമൂഹിക ധാർമ്മിക അവസ്ഥ എന്താണ്? അവിടുത്തെ പൗരബോധവും നമ്മുടെ പൗരബോധവും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാന് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത അനുഭവം ഉണ്ട്. അമേരിക്കയിൽ 1 വർഷം താമസിച്ച അനുഭവമുണ്ട്, യാത്ര ചെയ്ത അനുഭവം. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഹോണസ്റ്റി ബോക്സ് വെച്ചിട്ടുള്ള കച്ചവടമുണ്ട്. എന്താ ഹോണസ്റ്റി ബോക്സ് വെച്ചുള്ള കച്ചവടം? ഇപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ വിളവെടുക്കുന്ന കാലത്ത് ആപ്പിൾ തോട്ടത്തിലൊക്കെ അല്ലെങ്കിൽ മറ്റ് മുന്തിരിത്തോട്ടത്തിലൊക്കെ
തോട്ടത്തിന്റെ മുമ്പില് ഗേറ്റിന്റെ അവിടെ പെട്ടി വെച്ചിട്ടുണ്ടാവും. ഒരു പെട്ടി പൈസ ഇടാനുള്ള പെട്ടി വെച്ചിട്ടുണ്ടാവും. തൊട്ടപ്പുറത്ത് വേറൊരു പെട്ടിയില് നമുക്ക് ആപ്പിൾ പറിക്കാനുള്ള സഞ്ചി വെച്ചിട്ടുണ്ടാവും. വിവിധ വലുപ്പത്തിലുള്ള സഞ്ചികൾ വിവിധ പെട്ടികളിൽ വെച്ചിട്ടുണ്ടാവും. ഓരോ സഞ്ചിക്കും എത്രയാണ് വില എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. $5 കൊടുത്താൽ ഈ സഞ്ചി എടുക്കാം. ആ സഞ്ചിയുമായി നിങ്ങൾക്ക് ആപ്പിൾ തോട്ടത്തിൽ കയറി ആ സഞ്ചി നിറയെ ആപ്പിൾ പറിച്ച് വള്ള നിറയെ ആപ്പിളും തിന്നും നമുക്ക് പോവാം. $10 സഞ്ചി കുറച്ചുകൂടെ വലിയ സഞ്ചി വെച്ചിട്ടുണ്ടാവും. $10 ഇട്ടിട്ട് ആ സഞ്ചിയും കൊണ്ടുപോയിട്ടും നിങ്ങൾക്ക് ആപ്പിൾ പറിച്ചിട്ട് പോവാം. ഈ പെട്ടിയും സഞ്ചിയും വെച്ചെടുത്ത് ആരും ഉണ്ടാവില്ല. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് അവിടെ ഇരിപ്പുണ്ടാവും. ആൾക്കാരിങ്ങനെ വരുന്നു, $5 ഇടുന്നു, അല്ലെങ്കിൽ €5 ഇടുന്നു, സഞ്ചി എടുത്തുകൊണ്ട് പോകുന്നു, ആപ്പിൾ പറിച്ചുകൊണ്ട് പോകുന്നു, തോട്ടത്തിൽ നിന്ന് ആപ്പിൾ തിന്നിട്ട് പോകുന്നു. ഞാനും പറിച്ചു. നമ്മളെ നാട്ടിൽ അങ്ങനെ സഞ്ചിയും പൈസയും വെച്ചിട്ട് ഫ്രൂട്ട്സ് പറിക്കാൻ പറഞ്ഞാൽ ആ സഞ്ചി ഉണ്ടാവില്ല, അവിടെ പൈസന്റെ പെട്ടി ഉണ്ടാവില്ല, തോട്ടത്തിൽ ഒറ്റ ആപ്പിളും ബാക്കി ഉണ്ടാവില്ല, എല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോയി. ഒറ്റ ദിവസം കൊണ്ട് സംഗതി മുഴുവൻ അടിച്ചുകൊണ്ട് പോയി. ദൈവങ്ങൾക്ക് വലിയ കുറവുണ്ടോ നമുക്ക്? അവിടെ ദൈവമില്ല. ദൈവവും മതവും ഇല്ലാത്ത രാജ്യങ്ങളിൽ ദൈവവും മതവും ഇല്ലാത്ത രാജ്യങ്ങളിലാണ് മനുഷ്യർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. എത്ര സഞ്ചി വെച്ചോ അത്രയും $, കൃത്യമായിട്ട്, അല്ലെങ്കിൽ അത്രയും €, കൃത്യമായിട്ട് വൈകുന്നേരം ആ പെട്ടിയിലുണ്ടാവും. അപ്പോഴാണ് അതിന്റെ ഉടമസ്ഥ വന്നിട്ട് ഇതെല്ലാം എണ്ണി നോക്കിയിട്ട് എടുത്തുകൊണ്ട് പോകും. ഒരു പൈസയുടെ കുറവുണ്ടാവില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ പെട്ടി തന്നെ ഉണ്ടാവില്ല അവിടെ. അതാണ് അവസ്ഥ. എന്തുകൊണ്ടാണ്? അതാണ് പൗരബോധം എന്ന് പറയുന്നത്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അവിടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാം സെൽഫാണ്. ടിക്കറ്റ് നമ്മൾ എടുക്കുക, നമ്മൾ കയറുക. ആരും ചെക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ചെക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എല്ലാവരും അത് നിയമം അനുസരിച്ചാണ് ചെയ്യുക. മൂത്രമൊഴിക്കാനുള്ള ടോയ്ലറ്റിൽ കയറുമ്പോൾ അവിടെ ചെറിയൊരു ഇങ്ങനെ 3 കൊമ്പുള്ള ഒരു ഗേറ്റ് ഉണ്ടാവും. അവിടെ €1 കോയിൻ അതിലേക്ക് ഇട്ടാൽ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് കയറി മൂത്രമൊഴിച്ചിട്ട് പോകാം. €1 ഇട്ടിട്ട് മൂത്രമൊഴിക്കാൻ. അങ്ങനെ ഇന്ത്യയിൽ നിന്നൊക്കെ ടൂർ പോകുന്ന ആൾക്കാർ എന്താ ചെയ്യാന്ന് അറിയണം. അവര് ആദ്യം €1 ഇട്ടിട്ട് ഈ കൊമ്പും പിടിച്ച ഒരാൾ നിൽക്കും. ബാക്കി 25 ആൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിട്ടു. അപ്പോ അപ്പുറത്ത് സായിപ്പും മദാമിയൊക്കെ അത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. ഇന്ത്യക്കാരാണല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും. ഞാൻ കണ്ടതാണ്, കണ്ണുകൊണ്ട് കണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഗേറ്റിന്റെ മേലെ എടുത്ത് ചാടും. ഇത്ര ഉയരം ഉണ്ടാവുള്ളൂ, നമുക്ക് എടുത്ത് ചാടാം. പക്ഷെ ആ നാട്ടിലെ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു തെമ്മാടിത്തം ചെയ്യില്ല. എന്താ കാരണം എന്നറിയോ? പൗരബോധം. അതാണ് പൗരബോധം എന്ന് പറയുന്നത്. കാരണം അവിടെ €1 കോയിൻ ഇടാനുള്ള സംവിധാനം വെച്ചിരിക്കുന്നത് ഈ സംവിധാനത്തിന്റെ മൊത്തം മെയിന്റനൻസിന് എടുക്കുന്ന ചെലവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അത് വൃത്തിയാക്കുന്നത്, അതിന്റെ മെയിന്റനൻസ് നടന്നു പോകുന്നത്. അതിന്റെ ചെലവിന് ഈ €1 കൊടുക്കുക എന്നുള്ളത്. നമ്മളെന്താ ചെയ്യുന്നത്? €1 എന്ന് പറഞ്ഞാൽ ഗുണിച്ചു നോക്കും. ഈ ₹70 മൂത്രം ഒഴിക്കാൻ ₹70 ഏറെ. ഇതാണ്. അപ്പൊ ഇന്ത്യക്കാർ മാത്രമേ അങ്ങനെ കാണിക്കുള്ളൂ എന്ന് ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് ഞങ്ങളോട് പറയുകയും ചെയ്തു. നിങ്ങൾ ഇന്ത്യക്കാർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. സിംഗപ്പൂരിൽ നമ്മൾ പോയപ്പോ എല്ലാവരും ഇങ്ങനെ ഈ സീബ്ര ലൈനിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇന്ത്യക്കാർ അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഓടുമ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന് ഗൈഡ് ഞങ്ങൾ പറഞ്ഞു ഇത് ഇന്ത്യക്കാർ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ സീബ്ര ലൈൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അപ്പുറത്ത് കൂടെ പോവുള്ളൂ, ഇന്ത്യയിൽ കൂടെ പോകില്ല. അതിൽ കൂടെ പോകുന്നതിന് കുറച്ചിലാണ്. കാരണം എന്താ? നിയമങ്ങൾ ലംഘിക്കുന്നവന് നിയമങ്ങൾ അനുസരിക്കുന്നവൻ പോരാത്തവനാണെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു പൊതുബോധം. ആ പൊതുബോധം നമ്മൾ സ്വയം സ്വീകരിക്കുക മാത്രമല്ല, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതാണ്. ഓരോ വീട്ടിലും അച്ഛനമ്മമാർ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത് എന്താണ്? ശരിയായ പൗരബോധത്തോടു കൂടി സമൂഹത്തിൽ പെരുമാറാനല്ല, മറിച്ച് സ്വന്തം കാര്യം നേടാൻ. നീ എങ്ങനെ ഈ ഗേറ്റ് എടുത്ത് ചാടണം, നീ എങ്ങനെ ഈ €1 ഇട്ടിട്ട് ഇത് ഗേറ്റ് പിടിച്ച് നിൽക്കണം, ഈ സൂത്രമൊക്കെ നമ്മൾ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ അച്ഛനമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ ആളെ പറ്റിക്കണം, എങ്ങനെ സർക്കാരിനെ പറ്റിക്കണം, എങ്ങനെ സമൂഹത്തെ പറ്റിക്കണം, എങ്ങനെ നിയമങ്ങൾ ലംഘിക്കണം, എങ്ങനെ അവനവന്റെ കാര്യം നേടണം, എങ്ങനെ ജ്ഞാനോദയം നേടണം. ഞാൻ ഇന്നലെ എഴുതിയ വാക്കാണ്, ജ്ഞാനോദയം നേടണം. എങ്ങനെ എന്നാണ് നമ്മുടെ സമൂഹം നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്ന കുട്ടി വലുതാകുമ്പോൾ ആ കുട്ടിക്ക് പൗരബോധം ഉണ്ടാവുമോ? ഇല്ല. ഉണ്ടാവേണ്ട പൗരബോധത്തിന്റെ നേരെ വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധ ബോധമാണ് ഉണ്ടാവുക. ആ വിരുദ്ധ ബോധം ഉണ്ടാകുന്നവരാണ് വലുതാകുമ്പോ ദൈവവിശ്വാസം മതവിശ്വാസം ഒക്കെ ഉണ്ട്. അതിന്റെ കാര്യം വേറെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ കുട്ടികളെ ധാർമ്മികത പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത്? അടുത്തിരിക്കുന്ന കുട്ടിയുടെ സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ പേനയോ നീ മോഷ്ടിച്ചാൽ
നാളെ ദൈവം നിന്നെ ശിക്ഷിക്കും. കാരണം നീ മോഷ്ടിക്കുന്നത് വേറെ ആരും കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എന്നാണ് ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നത്, എന്നാണ് ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്, എന്നാണ് അച്ഛനും അമ്മയും വീട്ടിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ മോഷ്ടിക്കാതിരിക്കുന്നത് ദൈവത്തിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ്, ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുന്നത് ദൈവം എന്തോ അങ്ങനെ അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ദൈവത്തിന് വേണ്ടിയാണ് നമ്മള് ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏതുപോലെ ഹെൽമെറ്റ് ഇടണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എടാ ഹെൽമെറ്റ് ഇടാതെ പോയാൽ പോലീസ് പിടിക്കും, പോലീസ് പിടിച്ചപ്പോ 1000 ഉറുപ്പിയാണ് ഫൈന്, അതുകൊണ്ട് ഈ പോലീസ് ഉള്ളപ്പോ ഹെൽമെറ്റ് ഇട്ടോ എന്നാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഫലം എന്താണ്? എപ്പോ പോലീസ് ഇല്ലാതാവുന്നോ, അല്ലെങ്കിൽ ഏത് റൂട്ടിലാണോ പോലീസ് ഇല്ലാതെ വരിക, അതിനുള്ള സാധ്യത എവിടെ എന്ന് ആലോചിച്ചിട്ട് അപ്പോ ഹെൽമെറ്റ് നമ്മൾ മാറ്റിയേക്കും. എന്നാൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? എടാ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നിന്റെ തല പൊട്ടും, നീ ചത്തുപോകും എന്നാണ് പഠിപ്പിക്കേണ്ടത്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടി ഇടിച്ചാൽ നീ മരിച്ചു പോകും, അല്ലെങ്കിൽ നിനക്ക് ഗുരുതരമായ പരിക്ക് പറ്റും, അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം പോലീസ് പിടിക്കും, ഫൈൻ ഇടേണ്ടി വരും, അതുകൊണ്ട് നീ സീറ്റ് ബെൽറ്റ് ഇട്ടോ, അതുകൊണ്ട് നീ ഹെൽമെറ്റ് ഇട്ടോ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ശരിയായ പൗരബോധമോ ധാർമ്മിക ബോധമോ അല്ല, മറിച്ച് നമ്മൾ പോലീസിനെ ഭയപ്പെട്ടിട്ടോ, ദൈവത്തിനെ ഭയപ്പെട്ടിട്ടോ, CCTVയെ ഭയപ്പെട്ടിട്ടോ നമ്മൾ ഇത് ചെയ്യാതിരിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ എന്ന് നമുക്ക് CCTV ഭയവും പോലീസ് ഭയവും ദൈവ ഭയവും കുറയുമ്പോ അന്ന് നമ്മൾ ക്രിമിനലായി മാറും. കാരണം ഓൾറെഡി ഒരു ക്രിമിനലായിട്ടാണ് നമ്മുടെ ബോധം, നമ്മുടെ പൗരബോധം നമ്മളെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ദൈവത്തിലെ വിശ്വാസം കുറഞ്ഞു വരുമ്പോ ഉസ്താദ് കുട്ടികളെ പേടിപ്പിക്കാൻ തുടങ്ങും. ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു വരുമ്പോ പള്ളിയിലച്ഛൻ പാതിരി കന്യാസ്ത്രീയെ പേടിപ്പിക്കാൻ തുടങ്ങും. ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞാൽ അപ്പോ പൂജാരി ദൈവത്തിന്റെ തിരുവാഭരണം മോഷ്ടിക്കാൻ തുടങ്ങും. അത് ഒരു പ്രാവശ്യം മോഷ്ടിച്ച പിന്നെ മനസ്സിലായി ദൈവം എല്ലാം ഉറപ്പായി, പിന്നെ മൂപ്പരെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ദൈവവും ധാർമ്മികതയും കൂടെ കൂട്ടിക്കെട്ടി കുട്ടികളെ ധാർമ്മികത പഠിപ്പിച്ചാൽ ഈ കുട്ടികളെല്ലാം നാളെ ക്രിമിനലുകളാവും. അതുകൊണ്ടാണ് നാസ്തികരും യുക്തിവാദികളുമായി നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ പിറ്റേ ദിവസം നമ്മളെ തന്നെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനും നമ്മളെ തന്നെ പറ്റിച്ച് ലൈംഗിക ചൂഷണത്തിനും ഒക്കെ നമ്മുടെ കൂട്ടത്തിലും ആളുണ്ടാവുന്നത്. കാരണം ഓൻ നാസ്തികനായി ശരിയാ, അവന് ദൈവം പോയി, പക്ഷെ ഓന് ധാർമ്മികത എന്താണ്? ഓനെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച ഈ ധാർമ്മികതയാണ് അവന്റെ തലയിൽ നിൽക്കുന്നത്. അവന് പൗരബോധമില്ല. ഞാൻ പറഞ്ഞ സ്കാൻഡിനേവിയയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള പരിഷ്കൃത മനുഷ്യരെ ഈ ധാർമ്മികത ഉൾക്കൊണ്ടിട്ടല്ല ദൈവത്തെയും മതത്തെയും വലിച്ചെറിഞ്ഞത്, മറിച്ച് ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ, സാമൂഹ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആർജിക്കേണ്ട യഥാർത്ഥ പൗരബോധം എന്താണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ പരിശീലിച്ചപ്പോൾ അവിടെ പോലീസ് വേണ്ടാതായി, CCTV വേണ്ടാതായി, ദൈവം വേണ്ടാതായി, മതവും വേണ്ടാതായി. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള ഒരു അപരിഷ്കൃത സമൂഹത്തിൽ അത്തരത്തിലുള്ള പൗരബോധത്തിന്റെ ബാലപാഠങ്ങൾ വിദ്യാലയങ്ങളിലോ വീടുകളിലോ പഠിപ്പിക്കാത്ത ഒരു അപരിഷ്കൃത സമൂഹത്തിൽ കേവലം നാസ്തികത മാത്രം പ്രചരിപ്പിച്ചാൽ ആ നാസ്തികർ നല്ല ക്രിമിനലുകളാവുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാസ്തികതയും മതനിഷേധവും മാത്രം പോരാ, മനുഷ്യനെ മാനവികതയുടെയും പൗരബോധത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ബാലപാഠങ്ങൾ കൂടെ പഠിപ്പിച്ചുകൊണ്ടല്ലാതെ മതനിഷേധവും ദൈവനിഷേധവും പഠിപ്പിക്കുന്നത് നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിൽ ചിലപ്പോൾ വിപരീത ഫലം ചെയ്തേക്കാം എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം എന്ന് ഈ സമയം വൈകിയ വേളയിൽ. ഇത് തിരുവനന്തപുരത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എസൻസ് ക്ലബ്ബ് എന്ന സംഘടന നടത്തിയ ഒരു പരിപാടിയിൽ ദൈവവിശ്വാസവും ധാർമ്മികതയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുത്ത് ചെയ്ത ഒരു പ്രഭാഷണത്തിൻ്റെ വീഡിയോയിൽ നിന്നുള്ള ഭാഗമാണ്. ആ പ്രഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് യൂട്യൂബിൽ ലഭ്യമല്ല. ഇത് യൂട്യൂബിൽ എസൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ ചാനൽ തന്നെ നിലവിലില്ല. അത് ആരോ ഹാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ചാനലിൽ ഈ വീഡിയോ മാത്രമല്ല
എൻ്റെ തന്നെ ഒരു 5-6 വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണ വീഡിയോകളും ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഒന്നും ഒറിജിനൽ കോപ്പി പോലും എൻ്റെ കയ്യിലില്ല. ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് എനിക്ക് വ്യക്തവുമല്ല. ഞാൻ എറണാകുളത്ത് നടത്തിയ ഒരു പ്രഭാഷണം, എടപ്പാളിൽ നടത്തിയ 2 പ്രഭാഷണങ്ങൾ, കോഴിക്കോട്ട് നടത്തിയൊരു പ്രഭാഷണം, തിരുവനന്തപുരത്ത് നടത്തിയ ഈ പ്രഭാഷണം തുടങ്ങി 5-6 പ്രധാന പ്രഭാഷണങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് ആ ഒരു ചാനലിലാണ്. ഇന്ന് ആ ചാനൽ നിലവിലില്ല. ആ ചാനൽ ആരാണ് മുക്കിയത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കഥ എന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഈ പ്രഭാഷണത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരാശയം ഏറെക്കുറെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. മനുഷ്യൻ്റെ നന്മ തിന്മകളും ധാർമ്മികതയും മനുഷ്യർ ഉയർന്ന പൗരബോധത്തോടെ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ ഏതെങ്കിലും ദൈവവിശ്വാസവുമായിട്ടോ മതവിശ്വാസവുമായിട്ടോ ഒന്നും നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല. എന്നു മാത്രമല്ല, മതവിശ്വാസികളെല്ലാവരും മോശം ആളുകളാണെന്നോ വിശ്വാസമില്ലാതാവുന്നവരൊക്കെ വളരെ നല്ല മനുഷ്യരാണെന്നോ ഉള്ള അഭിപ്രായം എനിക്കില്ല. തിരിച്ച് മതവിശ്വാസികളൊക്കെ നല്ലവരാണെന്നുള്ള അഭിപ്രായവും യുക്തിവാദികളൊക്കെ മോശക്കാരാണെന്ന അഭിപ്രായം അതുമില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അതിലൊക്കെ നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടായിരിക്കും. തിന്മകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, നന്മകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, തിന്മകൾ ചെയ്യാതിരിക്കാൻ ജാഗ്രത ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഒരു കാര്യത്തിലുള്ള മനുഷ്യർക്കിടയിലെ ഈ വൈവിധ്യങ്ങൾ ഒരിക്കലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ നമുക്ക് കണക്ക് കൂട്ടാനോ അല്ലെങ്കിൽ വേർതിരിക്കാനോ പറ്റുന്ന ഒന്നല്ല. കാരണം മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് വേറെ പല ഘടകങ്ങളുമായിട്ട് ചേർന്നതാണ്. അത് വിശ്വാസം അതിനകത്ത് വഹിക്കുന്ന പങ്ക് ഈ കാലത്ത് വളരെ പ്രതിലോമപരമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തെ എതിർക്കുന്നത്. ഒരാൾ ധാർമ്മിക ജീവിയായി സമൂഹത്തിൽ ജീവിക്കുന്നതിന് പ്രാപ്തനാവുന്നത് അയാൾക്ക് സഹജമായി കിട്ടിയ ചില വികാരങ്ങൾ അതിലൊരു ഘടകമാണ്. എമ്പതി പോലുള്ള, സഹാനുഭൂതി പോലുള്ള, സഹകരണ മനോഭാവം പോലുള്ള, മറ്റുള്ളവരോട് കരുതൽ കാണിക്കാനുള്ള ഒരു മനോഭാവം പോലുള്ള കുറേ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഏറെക്കുറെ സഹജമായി തന്നെ മനുഷ്യജീവിയിൽ ഏറ്റക്കുറച്ചിലോടുകൂടെ കാണാം. അത് കൂടുതലുള്ള ആളുകളിൽ കൂടുതൽ ധാർമ്മികത കാണപ്പെടും. അത് വളരെ കുറവുള്ള ആളുകൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അത്ര പരിഗണിക്കാതെ ജീവിക്കുന്നതും കാണാം. ഇതൊരു ഘടകം. എന്നാൽ അത് മാത്രമല്ല, നമ്മൾക്ക് ഒരു സമൂഹത്തിൽ നമ്മൾ മനുഷ്യരായി വളരുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ്. നമ്മുടെ ശൈശവം മുതൽ നമ്മുടെ വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നാം നേടിയ അറിവ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷണങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും മൊത്തത്തിൽ നാം അനുഭവിച്ചിട്ടുള്ള നർച്ചറിങ്, ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. അവിടെ തന്നെയാണ് നമ്മുടെ ധാർമ്മികതയും വികസിച്ച് വരുന്നത്. സ്വാഭാവികമായും സഹജമായും ലഭിക്കുന്ന ചില ഗുണങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷണം അഥവാ നർച്ചറിങ്, നാം നേടുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ നാം അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ധാർമ്മികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല, ഒരു ധാർമ്മിക ജീവിയായി മനുഷ്യർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പര്യാപ്തമായ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ധാർമ്മിക ജീവിതം സാധ്യമാവുക. ഒരു വികസിത രാജ്യത്തുള്ള സാമൂഹ്യ സാഹചര്യങ്ങളല്ല നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു അവികസിത രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതിനേക്കാൾ ദാരിദ്ര്യവും പട്ടിണി അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ സാഹചര്യം അതിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അയാളോട് മോഷ്ടിക്കരുത് എന്ന് നമുക്ക് ധാർമ്മികോപദേശം നൽകാമെങ്കിലും വിശക്കുന്ന ഒരാൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മോഷ്ടിക്കും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരു ജീവി എന്ന നിലക്ക് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉള്ള യാതൊരു സാഹചര്യവും ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിൽ നേടിയെടുക്കാൻ അധാർമികമെന്ന് കരുതപ്പെടുന്ന മാർഗങ്ങളിലേക്കും മനുഷ്യർ വഴുതിപ്പോവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ധാർമ്മികമായി മാത്രം ജീവിക്കാനും അധാർമികമായ പ്രവൃത്തികൾ ചെയ്യാതെ തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാനും ആവശ്യമായിട്ടുള്ള ചുറ്റുപാടുകളും സാമൂഹ്യ സാഹചര്യങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുക എന്നതും ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ സാഹചര്യങ്ങൾ, ജന്മസഹജമായിട്ടുള്ള ഗുണങ്ങൾ, ഒപ്പം നമുക്ക് ലഭിക്കുന്നിട്ടുള്ള പരിശീലനങ്ങൾ, കുട്ടിക്കാലം മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള നർച്ചറിങ്ങും പരിശീലനങ്ങളും, ഈ 3 കാര്യങ്ങളും ചേർന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരാളുടെ ധാർമ്മികതയും രൂപപ്പെടുന്നത്. അവിടെ വിശ്വാസങ്ങൾക്ക് കാര്യമായ പങ്കൊന്നുമില്ല എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ വിശാലമായി കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ബോധ്യപ്പെടുക. അതാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ വിശദീകരിച്ചത്. അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറഞ്ഞത്, ദൈവം എന്ന് പറയുന്ന ഒരു കോത്താമ്പി കാണിച്ച് പേടിപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് മാത്രം മനുഷ്യരിൽ ധാർമ്മികത സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, ധാർമ്മികത പരിശീലിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആ ധാർമ്മികതയ്ക്ക് സ്ഥായിയായ ഒരു നിലനിൽപ്പില്ല. മറിച്ച് എപ്പോഴെങ്കിലും ദൈവം ഇതൊന്നും കാണുന്നില്ല എന്നോ അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നു ഇല്ല എന്നോ ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ, അയാളുടെ ദൈവവിശ്വാസത്തിന് ഒരു മങ്ങലേറ്റ് തുടങ്ങിയാൽ, ആ ദൈവവിശ്വാസത്തിലൂടെ അയാളെ പരിശീലിപ്പിച്ചിട്ടുള്ള ധാർമ്മികതയിൽ നിന്ന് പോലും അയാൾ പിന്തിരിഞ്ഞു പോകും. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പൂജാരി മോഷ്ടിക്കുന്നതും പള്ളിയിലച്ചൻ പീഡിപ്പിക്കുന്നതും ഉസ്താദ് പീഡിപ്പിക്കുന്നതുമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ദൈവവിശ്വാസം ഇല്ലാതായതുകൊണ്ട് അവരങ്ങനെ തിന്മ ചെയ്തു എന്നല്ല, മറിച്ച് ധാർമ്മികതയെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെടുത്തി പരിശീലിപ്പിക്കപ്പെട്ട ആളുകൾക്ക് പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതിനേക്കാൾ ലളിതമായ ഉദാഹരണങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞത്, സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞത്, ട്രാഫിക് നിയമങ്ങളുടെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഹെൽമെറ്റ് ധരിച്ച് പൊയ്ക്കോടാ എന്ന് ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു മകനോട് വീട്ടുകാർ പറയുമ്പോൾ അവിടെ പോലീസുകാരുണ്ടാവും, ഇന്ന് എന്തായാലും പോലീസുകാരുണ്ടാവും, 1000 ഉറുപ്പ്യാണ് ഇപ്പോൾ ഫൈന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കാൻ രക്ഷിതാക്കൾ മക്കളോട് പറയുക. അത് കുട്ടിക്കാലം മുതലേ കുട്ടികൾ ആ രീതിയിൽ പോലീസ്, ഫൈന് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് ട്രാഫിക് നിയമങ്ങളൊക്കെ അനുസരിക്കാൻ പരിശീലിപ്പിക്കുന്നതെങ്കിൽ പോലീസ് ഉണ്ടാവില്ല എന്ന് എപ്പോൾ തോന്നുന്നോ അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കണമെന്നും ഹെൽമെറ്റ് വേണ്ട എന്നും ഈ കുട്ടി വിചാരിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ നിയമങ്ങളും നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്, ഓരോ ധാർമ്മിക ചട്ടങ്ങളും നമ്മൾ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഹെൽമറ്റ് ധരിക്കേണ്ടത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ഹെൽമറ്റ് ധരിക്കാതിരുന്നാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഇന്ന അപകടങ്ങളാണ് എന്നും നിരന്തരമായി കുട്ടിക്കാലം മുതലേ പറഞ്ഞ് പരിശീലിപ്പിക്കുകയും കുട്ടി ഓരോ പ്രാവശ്യവും ബൈക്ക് എടുത്ത് പോകുമ്പോൾ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഹെൽമറ്റ് ധരിക്കാൻ ഉപദേശിക്കുകയുമാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, സമൂഹം ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വിദ്യാഭ്യാസം നൽകേണ്ടത്, അങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് നർച്ചറിങ് നൽകേണ്ടത്, പരിശീലനം നൽകേണ്ടത്. അതല്ലാതെ പോലീസ് ഫൈന് ശിക്ഷ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ട്രാഫിക് നിയമങ്ങളും മറ്റു നിയമങ്ങളും അനുസരിക്കാൻ പറഞ്ഞാൽ എപ്പോൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് തോന്നുന്നോ അപ്പോൾ അയാൾ നിയമം ലംഘിക്കാൻ തുടങ്ങും. മാത്രമല്ല പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇതിനെ മറികടക്കാം എന്ന ഒരു അറിവ് കിട്ടുന്നതോടുകൂടി പിന്നെ ആ വഴിക്കും നീങ്ങും. പക്ഷേ അതല്ല ഒരു ഉയർന്ന പൗരബോധമുള്ള മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ഉയർന്ന ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യനിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കേണ്ടത്. അതിനാണ് ഞാൻ യൂറോപ്പിലെയും സ്കാൻഡിനേവിയയിലുമൊക്കെ ഉള്ള ഹോണസ്റ്റി ബോക്സിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ദൈവവും മതവും വിശ്വാസമൊന്നും ഇല്ലാത്ത നാടുകളിൽ മനുഷ്യർ സത്യസന്ധരായിട്ട് ജീവിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അവിടെ പറഞ്ഞത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് രൂപപ്പെട്ടതും വികസിച്ചതും ഒരു പരിഷ്കൃത ലോകത്ത് ഈ ധാർമ്മികതയെ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതും എന്തിനു വേണ്ടി മനുഷ്യൻ ധാർമ്മിക ജീവിതം നയിക്കണം എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനങ്ങളിലൂടെ ആയിരിക്കണം എന്നാണ്. അതല്ലാതെ നമ്മൾ താൽക്കാലികമായി ഭയപ്പെടുത്തിക്കൊണ്ടോ ശിക്ഷ
പേടിപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരലോകത്ത് സമ്മാനം പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്ന ധാർമ്മികതയ്ക്ക് യാതൊരു സ്ഥായി രൂപവുമില്ല എന്നാണ് ഈ പറഞ്ഞ് വിശദീകരിച്ചതിൻ്റെ അർത്ഥം. മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവവിശ്വാസമൊക്കെ മതവിശ്വാസമൊക്കെ ധാർമ്മികത നിലനിർത്തുന്നതിന് ഒരു പരിധിവരെയെങ്കിലും സഹായകരമല്ലേ എന്ന് ചോദ്യം വരാം. പിന്നെ എന്തിന് നിങ്ങളതിനെ എതിർക്കുന്നു എന്ന് സ്വാഭാവികമാണ് ആ ചോദ്യം. അതിൻ്റെ ഉത്തരവും ഞാൻ ഈ പ്രഭാഷണത്തിൽ വിശദമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവ് ഇതാണ്: ധാർമ്മികത ദൈവവുമായി ബന്ധപ്പെടുത്തി മതവുമായും വിശ്വാസവുമായും ബന്ധപ്പെടുത്തി പരിശീലിപ്പിക്കപ്പെടുമ്പോൾ ഈ ദൈവങ്ങളും മതങ്ങളുമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലെ ഇന്ന് തീർത്തും കാലഹരണപ്പെട്ടു പോയതും ഇന്ന് തീർത്തും അധാർമികമായി പരിണമിച്ചതുമായ പല കാര്യങ്ങളെയും ധാർമ്മികതയായിട്ടും നന്മയായിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും അത് ആ രീതിയിൽ സംരക്ഷിക്കപ്പെടാനും ഒക്കെ ഈ മതങ്ങളും വിശ്വാസങ്ങളും കാരണമാകുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മതങ്ങൾ ധാർമ്മികത എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിക നിരത്തി കാണിക്കുന്ന കാര്യങ്ങൾ 99% ഇന്ന് അധാർമികമായ കാര്യങ്ങളായിട്ട് കാലഹരണപ്പെട്ട് പരിണമിച്ചു പോയ കാര്യങ്ങളാണ്, ജീർണിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പോൾ മതത്തിൻ്റെ പേരിൽ ധാർമ്മികത പരിശീലിപ്പിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആധുനിക ധാർമ്മികതയിലേക്ക് ആ സമൂഹത്തെ നയിക്കാൻ കഴിയില്ല. അതിന് ഈ മതങ്ങളും വിശ്വാസങ്ങളും ദൈവങ്ങളുമൊക്കെ തടസ്സമാകുന്നു. അത് ആണ് ഈ മതവിമർശനങ്ങളിലൂടെ, ഖുർആൻ ക്ലാസ് ഉൾപ്പെടെയുള്ള എൻ്റെ മതവിമർശനങ്ങളിലൂടെ ഞാൻ കഴിഞ്ഞ 10-40 കൊല്ലമായി ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ യുക്തിവാദികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മതനിഷേധിയായത് മതത്തിൻ്റെ ധാർമ്മികത എൻ്റെ ധാർമ്മികതയുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. എന്നു മാത്രമല്ല, ഈ മതത്തിൻ്റെ ധാർമ്മികത ഇനി സമൂഹത്തിൽ നിലനിർത്തിക്കൂടാ, അത് വളരെ അപകടകരമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യർക്ക് ധാർമ്മികത ഉണ്ടാക്കാൻ മതങ്ങളും ദൈവങ്ങളും അല്ല വേണ്ടത്, ഉയർന്ന പൗരബോധവും സാമൂഹ്യ ബോധവും ഉള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അത് വളർത്തിയെടുക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ 3 സാഹചര്യങ്ങളെയും നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. സഹജമായിട്ടുള്ള എമ്പതി പോലുള്ള വികാരങ്ങളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ധാർമ്മിക ജീവിതം നയിക്കാൻ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും സാമൂഹ്യ സുരക്ഷയും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് യഥാസമയം എത്താൻ വേണ്ട ട്രാഫിക് സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ട്രാഫിക് നിയമങ്ങളെ അനുസരിപ്പിക്കാൻ കഴിയുള്ളൂ. അതല്ല, ഒരാൾക്ക് 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് പോകാൻ അയാൾ ഈ ട്രാഫിക് ജാമിലും മറ്റേലും കുടുങ്ങിക്കിടന്ന് 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അയാൾ ഏതെങ്കിലും രീതിയിൽ ട്രാഫിക് നിയമം ലംഘിച്ച് തൻകാര്യം നോക്കാനുള്ള ശ്രമം നടത്തും. അതുപോലെ 10 പേർക്ക് ഉള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് 100 പേർ തിരക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് രാജ്യത്തുള്ളതെങ്കിൽ ഈ 100 പേരിൽ, ആവശ്യക്കാരായ 100 പേരിൽ സാമർഥ്യമുള്ളവർ വളഞ്ഞ വഴിയിലൂടെ തൻ്റെ കാര്യം നേടാൻ ശ്രമിക്കും. അങ്ങനെ ആ 10 പേരത് നേടുമ്പോൾ ബാക്കി 90 പേര് ഔട്ടാവും. നേരെ മറിച്ച് വികസിത രാജ്യങ്ങളിലൊക്കെ പോയാൽ നമ്മൾ കാണുന്നത്, അവിടെ 100 പേർക്ക് ആവശ്യമുള്ള ഒരു കാര്യം അവിടെ ഒരു 1000 പേർക്കുള്ള സൗകര്യമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആരും തിരക്കേണ്ടി വരില്ല. എല്ലാവർക്കും നിയമങ്ങളൊക്കെ പാലിച്ച് ചട്ടങ്ങളൊക്കെ പാലിച്ച് ക്യൂ നിന്നുകൊണ്ട് തന്നെ അവരുടെ കാര്യം യഥാവിധി സാധിച്ചുകൊണ്ട് പോകാൻ കഴിയും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഒരു ഓഫീസിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ടോ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ആ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോന്നാൽ മതി. ഇവിടുത്തെ മാതിരി അവിടെ പോയിട്ട് പരിചയക്കാരുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യിക്കേണ്ട കാര്യമില്ല, അതല്ലെങ്കിൽ അവിടെ പോയിട്ട് കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട. നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ തന്നെ ആ കൃത്യസമയത്ത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അങ്ങനെയാണ് അവിടെയൊക്കെ ഓഫീസുകളോ ആയാലും സ്ഥാപനങ്ങളായാലും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുണ്ട്, തിരക്കാൻ ആൾ കൂടുതലില്ല, ഉള്ള ആളുകൾ ഈ സാമൂഹ്യ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ നന്നായി പാലിക്കുന്ന ഉയർന്ന പൗരബോധമുള്ള ആളുകളുമാണ്. ഇങ്ങനെ ആകുമ്പോൾ അവിടെ പിന്നെ കോത്താമ്പിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സ്കാൻഡിനേവിയ രാജ്യങ്ങളിലൊക്കെ ജയിലുകൾ അടച്ചു പൂട്ടേണ്ടി വന്നത്, കോടതികൾ ആവശ്യമില്ലാതായി വന്നത്, പോലീസൊക്കെ ഫയർഫോഴ്സിൻ്റെ ജോലി മാത്രം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞത്. കാരണം അവിടെ ദൈവമില്ലാതായതുകൊണ്ടും മതമില്ലാതായതുകൊണ്ടല്ല, മറിച്ച് അവിടെ ആളുകൾക്ക് ഉയർന്ന പൗരബോധം ഉണ്ടാവുകയും ഓരോ ആളുകൾക്കും സാമൂഹിക സുരക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ രാജ്യം ഒരുക്കി കൊടുക്കുകയും പിന്നെ
മനുഷ്യനിലുള്ള ഇത്തരത്തിലുള്ള ധാർമ്മിക ചിന്തയെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസവും പരിശീലനവും കുട്ടിക്കാലം മുതലേ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ നൽകുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ശീലത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കും. പക്ഷേ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം ചാക്കിൽ കെട്ടിയിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും പബ്ലിക് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വലിച്ചെറിയും, റോട്ടിൽ കൊണ്ടുപോയിട്ട് എറിയും, അല്ലെങ്കിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആൾ കാണാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കൂട്ടിയിടും. ഇതാണ് നമ്മുടെ രീതി. അങ്ങനെയാണ് നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ കുട്ടികളെ, അച്ഛനമ്മമാർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് പോലും അവനവൻ്റെ വീട് വൃത്തിയായിരിക്കണം, അവനവൻ്റെ ശരീരം വൃത്തിയായിരിക്കണം, അപ്പുറത്തെ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ വൃത്തികേടാക്കിയാലും കുഴപ്പമില്ല എന്ന പാഠമാണ് അവരെ പ്രായോഗികമായി നമ്മൾ പരിശീലിപ്പിക്കുന്നത്. നേരെ മറിച്ച് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് പിച്ച വെച്ച് നടന്ന് തുടങ്ങുന്ന കുട്ടികളെ പോലും ആ കുട്ടികൾ എന്തെങ്കിലും സാധനം ഭക്ഷണമായി കഴിച്ച് അതിൻ്റെ എന്തെങ്കിലും റാപ്പറോ വേസ്റ്റോ ഉണ്ടെങ്കിൽ ആ റാപ്പർ ആ കുട്ടി വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടുന്നത്, അങ്ങനെ ഇടാൻ ഈ പിച്ച വെക്കുന്ന കുട്ടിയെ തൊട്ടടുത്തിരുന്നു കൊണ്ട് അമ്മയോ അച്ഛനോ പരിശീലിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളെ അങ്ങനെ പരിശീലിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കുട്ടികൾ ഇത് വലിച്ചെറിയുന്നു. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ്, നമ്മളൊരു പഴം തിന്നു, ആ പഴത്തിൻ്റെ തൊലി നമ്മളെന്താ ചെയ്യുന്നത്? കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മളെന്താ ചെയ്യുന്നത്? റോട്ടിലേക്ക് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ റോഡ് സൈഡിലേക്ക് വലിച്ചെറിയുന്നു. ഇത് കണ്ടാണ് കുട്ടി ഇത് പഠിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പഴത്തിൻ്റെ തൊലി നമ്മളൊരു കവറിലോ എവിടെയെങ്കിലും വണ്ടിക്കകത്ത് തന്നെ സൂക്ഷിച്ചതിന് ശേഷം ഈ കുട്ടികൾ കാണുക തന്നെ ഈ വേസ്റ്റ് ഇടാനുള്ള എവിടെയെങ്കിലും വേസ്റ്റ് ബിന്ന് കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അതിനകത്ത് കൊണ്ടിടുന്നതാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ, അതാണ് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ അതൊരു ധാർമ്മിക ബോധമായിട്ട് കുട്ടിയിൽ വളർന്നു വരും. ചുരുക്കി പറഞ്ഞാൽ ശരിയായ ധാർമ്മിക ശീലങ്ങൾ കുട്ടികളിൽ പരിശീലിപ്പിക്കുകയും ആ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പൗരബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കണം എന്നതാണ് ധാർമ്മികതയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു പരിശീലന പാഠം. മറ്റൊന്ന്, എല്ലാവർക്കും അഴിമതി കൂടാതെ തിക്കിത്തിരക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്ന വിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ രാജ്യം ഒരുക്കണം, സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. അവിടെ തിക്കിത്തിരക്കാനും അഴിമതി കാണിക്കാനും വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരവസ്ഥ ഇല്ലാത്ത വിധത്തിൽ സൗകര്യങ്ങളുണ്ടായിരിക്കണം. അത് രണ്ടും ഉണ്ടാവുകയും ഒപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ അപരനോടുള്ള പരിഗണന എന്ന വികാരം, എമ്പതി എന്ന അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന വികാരം, സഹകരണ മനോഭാവം എന്ന മനുഷ്യന് പ്രാഥമികമായി ഉണ്ടായിരിക്കേണ്ട മനോഭാവം, ആ മനോഭാവമൊക്കെ സഹജമായി തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളതിനെ ഒന്നുകൂടി വികസിപ്പിച്ചെടുക്കുന്ന തരത്തിലുള്ള പരിശീലനവും വിദ്യാഭ്യാസവും ആയിരിക്കണം സമൂഹത്തിന് നൽകേണ്ടത്. ഇതൊക്കെ നൽകുമ്പോൾ അവിടെയൊന്നും ദൈവം എന്ന കോത്താമ്പിയുടെ ആവശ്യമില്ല, പോലീസ് കോടതി എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവിക്ക് സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ എന്ന് കൃത്യമായി കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അങ്ങനെ പഠിപ്പിച്ച് വളർന്ന കുട്ടികളും അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള രാജ്യങ്ങളിലും ദൈവങ്ങളും മതങ്ങളും പോലീസും കോടതിയും ഒന്നും ആവശ്യമില്ലാതാവും. മനുഷ്യർ സ്വമേധയാ തന്നെ സാമൂഹിക ധാർമ്മിക ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ തുടങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ പറഞ്ഞ 1 മണിക്കൂറിലേറെ പറഞ്ഞ പ്രഭാഷണത്തിൽ നിന്ന് ഒരു വാചകം മുറിച്ചെടുത്ത് ആ വാചകത്തിൻ്റെ തന്നെ അവസാന ഭാഗം ഞാൻ ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണോ ഞാൻ 1 മണിക്കൂർ വിശദീകരിച്ചത് അതിൻ്റെ നേരെ വിപരീത അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അതിന്ന് കേരളത്തിലെ ഇസ്ലാമിൻ്റെ ഒരു ഗതികേടാണ്. സത്യം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മതത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ യുക്തിവാദികളെക്കുറിച്ചൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് വിമർശനങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള അധാർമികവും നെറികെട്ടതുമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരുന്നു എന്നത് അവരുടെ ഗതികേടാണ്. അത് മതത്തിൻ്റെ ഗതികേടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്ലിപ്പ് പ്രചരിപ്പിക്കുമ്പോൾ ആ ക്ലിപ്പ് മാത്രം നോക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിക്കുന്നവരൊക്കെ ഇന്ന് സമൂഹത്തിൽ കുറവായിരിക്കും. അത് എന്താണത് പറഞ്ഞത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പലരും ഈ വീഡിയോ അന്വേഷിക്കുന്നു എന്നത് തന്നെ നമ്മളതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു ഗുണമായിട്ടാണ് കാണുന്നത്.
പക്ഷേ ആ വീഡിയോ അന്വേഷിച്ച് യൂട്യൂബിലെത്തുമ്പോൾ യൂട്യൂബിൽ ആ വീഡിയോ കാണുന്നില്ല എന്നുള്ളത് യുക്തിവാദികളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ സ്വതന്ത്ര ചിന്ത ഒരു ചന്തക്കച്ചവടമാക്കി മാറ്റിയ കുറച്ച് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധാർമിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചാനൽ ഇല്ലാതായത്. അതും കൂടെ പറയാതിരിക്കാൻ വയ്യില്ല. അപ്പോൾ സ്വതന്ത്ര ചിന്തകരാണ്, നാസ്തികരാണ്, ദൈവമില്ലാത്തവരാണ് എന്നതുകൊണ്ട് ഇവരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്, മതവിശ്വാസികളെക്കാൾ ധാർമ്മികതയുള്ളവരാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. പൗരബോധവും ധാർമ്മിക ബോധവുമൊക്കെ വേറെ ഒരു കാര്യമാണ്. അത് വിശ്വാസവുമായിട്ടോ അവിശ്വാസവുമായിട്ടോ ഒന്നും നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല.